ഹായ് ഗായ്സ്. അപ്പോ ഞാൻ കുറെ കാലമായി വ്ളോഗ് ഇട്ടിട്ട്, പിന്നെ ഞാൻ സ്ഥിരം വ്ളോഗ് ഇടുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മിസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സെലിബ്രേറ്റിംഗ് മൈ 24th ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് 19-ാം തീയതിയാണ്, 20-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. സോ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ മഴയത്ത് നമ്മൾ നേരെ പറക്കാട്ട് റിസോർട്ട്സിലാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരിക്കും പറക്കാട്ട്. സോ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ്. സോ അവിടെ പോകുന്നുണ്ട്. ബാക്കി നമ്മളിടയ്ക്ക് വണ്ടിത്തെ വിശേഷങ്ങളും 7 പേരായിട്ടാണ് പോണത്. നിങ്ങൾ ഇടയ്ക്ക് എൻ്റെ ഗ്യാങ്, എൻ്റെ ഫ്രണ്ട്സ് ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർക്ക് വാച്ചൊക്കെ തന്നെ സമയം വേണം. എന്താണ് അഖിലിന് ഓക്കെ, അഖിൽ എന്താ പറയാ? അഖിൽ കണ്ടറിയാം ആർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. ഓക്കെ, അപ്പോ ബാക്കി കാറിലെത്തി ബാക്കി ഞാൻ വീഡിയോ ഇടാം. ഹായ് ജോ ലഗേജ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ജോ പോണ വഴിക്കൊക്കെ എന്തൊക്കെ വാങ്ങാനാണ് പ്ലാൻ. ഹായ് വൈശാഖ് പറയുന്നത് പുതിയ ലാമ്പ് കാണിക്കണേ. അതാണ് എന്റെ പുതിയ ലാമ്പ്. ഓക്കെ, ഇനി അവിടെ വിനു എവിടെ കേട്ടോ? ആകെ കൂടെ ഈ വീട്ടിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിനു, അതെന്റെ അനിയത്തി. എല്ലാരും കുറച്ചോണ്ടിരിക്കുന്നുണ്ട്. കടലോരം നമ്മള് 7 പേർക്ക് കൊള്ളാനുള്ള വണ്ടി ഇല്ല ഈ ലോകത്ത്. ഇപ്പൊ ഞങ്ങൾ ഇന്നോവ വിളിച്ചിട്ട് പോലും കൊള്ളുന്നില്ല ഗൈസ്. ഏറ്റവും കൂടുതൽ പെട്ടികളാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മള് വണ്ടി കയറിയിട്ട് കുറച്ച് നേരമായി. നമ്മള് ഒരു ഇഡ്ഡലി ഷോപ്പിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചു, സമാധാനം. പക്ഷെ എവിടെ നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിലും മറ്റേ ഷെയ്ഡ്സ്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും ഇറങ്ങാറുണ്ട്. അതിനു വേണ്ടി പോയിരിക്കുകയാണ് നമ്മുടെ ജോ ഹാർ ഓൾഡ്. ഓക്കെ, ഇനി അഖിലിന് പറയാം എങ്ങനെ പോകുന്നു. ഇത് നമ്മുടെ വണ്ടി അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ അലങ്കാരങ്ങൾ. വണ്ടി കിട്ടിയത് പോലെ അവനിങ്ങനെ ഇനിയിപ്പോ ഇത് അലങ്കാരങ്ങൾ നോക്കണം. വാങ്ങാൻ പോയ ആൾക്ക് സെലക്ഷൻ കുറവായതുകൊണ്ട് കണ്ണട കിട്ടിയില്ല ആ സൈസ്. അപ്പോൾ നമ്മൾ ഇനി വണ്ടി നിർത്താൻ പോലുള്ള, അതാണ് ആളുടെ സർപ്രൈസ്. ഓക്കെ, പക്ഷെ നമ്മുടെ വിനുവിനെ കാണാൻ നല്ല ലുക്ക് ആയിട്ടുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് പോയ ആൾക്ക് കിട്ടിയില്ല. നിരാശരായി നമ്മുടെ ജോ ഹാരോൾഡ് തിരിച്ചെത്തിയിരിക്കും. ജോ, എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? പിന്നെ വിനു എവിടെ വാങ്ങിയേ? നല്ല കണ്ണട ഉണ്ടായിരുന്നുള്ളൂ, അത് അവിടെ. പിന്നെ അടുത്ത സ്റ്റോപ്പ് ഗൈസ് മൂന്നാർ വെച്ച് കാണാം. ബൈ. അഖില് ആദ്യമായിട്ടാണ് ഇന്നോവ ഓടിക്കുന്നത്. അഖില് SUVs മുന്നേ ഓടിച്ചിട്ടുണ്ട്. ഇന്നോവ ആക്ച്വലി SUV ആണോ? പിന്നെന്താ? MUV അല്ലെ? MPV എന്തായിരുന്നു അഖിൽ? വാട്ട് ഇസ് MPV? എന്നിട്ട് പറഞ്ഞില്ലല്ലോ, അതല്ല ചോദിച്ചേ. MUV എന്നാ? മിനി യൂട്ടിലിറ്റി വണ്ടിയാ? ഹലോ, സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ. അതുകൊണ്ടാണ് വണ്ടി തന്നെയല്ലോ, അതിന്റെ മലയാളമുള്ള വണ്ടി അല്ലേ? അതെ. വൈശാഖ് പറയൂ. വൈശാഖ് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. പിന്നെ വേറെ എന്താ? അവിടെ വേറെ അനാവശ്യം മാത്രം കേൾക്കുന്ന ഒരു കൂട്ടുകാരൻ ഗ്യാങ്ങിലുണ്ടാവും. മൾട്ടി യൂട്ടിലിറ്റി. ഒരു മിനിറ്റ്, നീ പറഞ്ഞ തമാശയാണെന്ന് ഞങ്ങൾ പറയാം. ഒരു സ്നെയില് ഒരു ബാർ കൗണ്ടർ ചെന്നിട്ട് പറയാണ് 2 ബിയർ വേണമെന്ന്. അപ്പൊ ബാർ കൗണ്ടർ ഏതാ നാറി, നീ പോടാന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് സ്നെയിലിനെ. 2 ആഴ്ച കഴിഞ്ഞ് സ്നെയിൽ വന്നിട്ട് എന്തിനു ഇവിടെ കാണിച്ചത്?
അപ്പൊ നമുക്ക് മൂന്നാം വെച്ച് കാണാം guys. Bye. അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടം. എന്താണ് പറയാനുള്ളത് വെള്ളച്ചാട്ടം കണ്ടിട്ട്? വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് നമ്മുടെ മനസ്സിലെ ഓരോ പ്രശ്നങ്ങളും ഇതേപോലത്തെ ചാട്ടങ്ങളാണ്. ഓക്കെ, അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ മൂന്നാർ പറക്കാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയതിൽ ഞാൻ ഒരുപാട് നന്ദി എന്താ പറയാ പലരോടും പറയാനുണ്ട്. കാരണം അധികം അലമ്പുണ്ടാക്കാത്ത ജോനോടും ബാക്കിയുണ്ടല്ലോ കൂട്ടുകാരോടും നന്ദി, നമസ്കാരം. ഇതാണ് റിസോർട്ട്. ഓക്കെ, അപ്പൊ ആ കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും നല്ല ചിരിയാണല്ലോ. പൂജയുടെ തനി സ്വഭാവം അറിയുന്നിടത്തോളം കാലം ഇവർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഹലോ, എന്റെ സ്വഭാവത്തിന് ഓക്കെ. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നല്ല ക്ലൈമറ്റ്. ബാഗും കാര്യങ്ങളൊന്നും ഞാൻ പിടിക്കാറില്ല. യൂഷ്വലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇവരെ ഞാൻ അൺലോഡ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ ഇങ്ങനെ നീ അല്ലാത്ത ചെയ്യണ പരിപാടിയല്ലേ തള്ളലേ ചെയ്യണ്ട്. ആ ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ജോജോ വാങ്ങിയ കണ്ണാടി. വാവ്, ഫ്ലെക്സിയോ കണ്ണാടി. ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നവർ ഫേക്ക് ആണ്. ഓക്കെ, അഖിലിന്റെ ഒറിജിനൽ ആണ്. അഖിൽ നോക്കൂ, അഖിലിന്റെ ഒറിജിനൽ. ഓക്കെ, അതാണ് എന്റെ പെട്ടിട്ടോ ഗൈസ്. എന്താണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മുടെ റോസ് പെറ്റൽസ് പറന്നു പോയതിന്റെ പ്രധായിട്ടാണ് കുറച്ച് നേരം. ശരി, ഇവിടെ നിന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞിരിക്കുന്നു. മാലയോഗം ഉണ്ടാവും പറഞ്ഞപ്പോ ഇതാന്ന് വിചാരിച്ചില്ല. അപ്പൊ ഛർദ്ദിക്കണം തോന്നും നമുക്ക്. അപ്പൊ ഛർദ്ദിക്കണവർക്ക് ഇത് കുടിച്ചതിന് പെട്ടെന്ന് മാറും. അടിപൊളിയുണ്ട് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഒരു തലക്കനം ഉണ്ടായിരുന്നു. അത് ഞാൻ ജാടയില്ല കേട്ടോ, തലക്കനാണ്. സൂര്യൻ ഈ ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് എൻ്റെ ബർത്ത്ഡേക്ക്. കുറച്ച് മോണ്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള നല്ല കുട്ടി കുട്ടി വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, വലുതുണ്ട്, മോതിരങ്ങളുണ്ട്, കുറെ ഡിസൈൻസ് ചെയ്തിട്ടുള്ള ഇതുണ്ട്, മാലകള്. ഇനി വിളിക്കും. ഇതിൻ്റെ ബാക്കി ചെക്കിൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം കാണിച്ചു തരാം. ഇത്ര അലമ്പായിട്ടാണ് പൂജ വ്ളോഗ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാണ്, സഹിച്ചേ പറ്റും. ബായ്. നമ്മൾ റൂമിലേക്ക് ചെക്കിൻ ചെയ്യാൻ പോവാണ്. എന്താ പേര്? അനിലയാണ് എൻ്റെ എല്ലാം നോക്കുന്നത്. അനില ജോലി ചെയ്യണോ നോക്കട്ടെ. എന്താ പറയും? ഇത് 7 പേരെ കൊള്ളു ലിഫ്റ്റില്. ബൈ. അത് മൈൻഡ് ചെയ്യണം, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോളാം. Happy birthday to you. Happy birthday to you. I love you. Happy birthday. Yeah. I love you. കേക്ക് തരുമ്പോ മാത്രമുള്ള സ്നേഹം. സൂപ്പർ കേക്ക്. താങ്ക്സ് ടു പറക്കാട്ട്. താങ്ക് യു പറക്കാട്ട് റിസോർട്ട്സ്. നമ്മള് മൂന്നാറ് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് വേണം, ഇത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ ഒരു നല്ല വൈബുള്ള സ്ഥലം ആവണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് കേക്ക് ഓൾസോ അല്ല അവരല്ല തന്നെ നിങ്ങൾ പണിയെടുത്ത് കേക്ക് ഒന്നും വാങ്ങൂല.
ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഞാൻ ലൈഫിൽ ഇങ്ങനെ ഒരു കേക്ക് കഴിച്ചിട്ടില്ല. ലൈക് ഫുൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് അതില്. എടാ ഞാനും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പറയട്ടെ. അപ്പൊ ഞങ്ങള് പറക്കാട്ടിനോട് പ്രത്യേക താങ്ക്സ് പറയാനുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കറക്റ്റ് 12 o'clock പൂജയുടെ ബർത്ത്ഡേക്ക് അവരൊരു സർപ്രൈസ് കേക്ക് കൊണ്ടുവന്നു. ആൻഡ് ദാറ്റ് കേക്ക് ഇസ് വെരി ഓസം. കേക്ക് തീരാറായി ആക്ച്വലി. പൊതുവെ കിട്ടാറല്ല, പക്ഷെ സൂര്യ താങ്ക് യു. നല്ല കമ്പലിക്ക് ഇഷ്ടപ്പെട്ടു. This is Pooja's sister's birthday surprise. Here we go. Hey Pooja. Hey Pooja ചേച്ചി. ഭയങ്കര ഹാപ്പിയാണ് ടീച്ചർ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ എങ്ങനെ പോസ്റ്റ് ചെയ്യാ? അയ്യോ ഇതൊക്കെ മോളൊക്കെ കണ്ടുപോയി. ഓ ഞാനിത് കണ്ടിട്ടില്ല ആക്ച്വലി. ഇത് രാവിലെ പാക്ക് ചെയ്യുമ്പോൾ സാധനം കണ്ടിട്ടില്ല. It was a challenge to hide this from her. You can't hide gifts from Pooja Krishna apparently. Okay. I didn't know that. Yeah, so yeah. Okay, thank you so much, Joe Harold. Wow. എടാ നിനക്ക് ഇങ്ങനത്തെ ഷർട്ടില്ലേ മാച്ചിങ് ഇത് മാച്ചിങ് ആക്കാൻ വേണ്ടിട്ടാണോ? ഇതിൽക്കൊള്ളൂ. Pooja's going to wear this and come. കൊള്ളില്ലെങ്കിൽ അഖിലിനെ ഞങ്ങൾ പൊക്കിട്ടടിക്കുന്നതായിരിക്കും ഗൈസ്. Okay, ഞാൻ ഇട്ടിട്ട് വരാം നിങ്ങൾക്ക് വേണ്ടി. I love you. എനിക്കതിന്റെ കളർ looking very style. നമുക്ക് അടുത്ത Superb. നല്ല ഡ്രസ്, Perfect. എന്റെ കമ്മല്. Looking Oh, yeah. beautiful. Thank you for the cute gifts, guys. Oh. എന്റെ ഫാൻസ് ഒക്കെ എനിക്ക് കഴിക്കട്ടോ. ബർത്ത്ഡേ എന്നാണെങ്കിലും ഞാനൊരാഴ്ച സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അല്ല അടിയിൽ എനിക്ക് പാന്റ് ഒന്നും ഇടൂല. നല്ല രസമുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല രസമല്ലേ? ഗുഡ് സെലക്ഷൻ ജോ. എനിക്ക് സെലക്ട് ചെയ്ത് എനിക്ക് അറിയില്ലല്ലോ. natural. ഐ എം സോ സോറി ഫോർ ജോ ബിക്കോസ് ഇത്രയും നല്ല സെലക്ഷൻ ആണ്. ഗേൾ ഫ്രണ്ട്സ് ഇല്ല. Again. എന്താണ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? വ്യൂവേഴ്സ് ഇനി കുറച്ച് എനിക്ക് ആക്ച്വലി ഭയങ്കര ഹെഡ് ഏക്ക് ഉണ്ട്. അതാണ് കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കണേ. കാരണം ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒക്കെ ഒരു ക്ഷീണം, പിന്നെ നല്ല മഞ്ഞ്, നല്ല മഴ, അപ്പോൾ ഇതൊക്കെ അടിച്ചിട്ട് ഭയങ്കര സീന. എനിവേ താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്. പിന്നെ എന്നെ വിഷ് ചെയ്യാത്ത എല്ലാവർക്കും ആരെന്നെ വിളിച്ചിട്ടില്ല എല്ലാ കാര്യത്തിലും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ രാവിലെ ഇനി റിസോർട്ടിന്റെ പറ്റിയിട്ടും ബാക്കി നമ്മളുടെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. ഓക്കെ, അപ്പൊ ബാക്കി മൂന്നാറിൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ കിടന്ന് ഈ ഡ്രസ്സിൽ തന്നെ എണീറ്റിട്ടാണ് പോണതെന്ന്. ഈ ഡ്രസ്സിലല്ല ഞാൻ കിടന്നത്. ഞാൻ ആ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് വന്ന് റൂമിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ട് കാണിച്ചാൽ മതി. ഓ മൈ സ്വീറ്റ് അനിയത്തി. എല്ലാവരും പറയുന്നത് എൻ്റെ അനിയത്തിയിലാണ് ഭംഗിക്കുള്ളത്. കാണ ഓൾ നാച്ചുറൽ ബ്യൂട്ടി. ഓക്കെ, സോ ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കോടമഞ്ഞ് നോക്ക്. എൻ്റെ മോനെ ഇത് നല്ല നോക്കി വെച്ചേക്കാം. കണ്ടോ? ആക്ച്വലി ഒന്നും കാണാനില്ല, പക്ഷെ ഇത് മൊത്തം തേയിലത്തോട്ടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇപ്പം രാവിലെ ഒരു 9:30 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും കോടയാണ്. മൂന്നാർ ഇപ്പോൾ വരുന്നതാണ് ദ ബെസ്റ്റ് ക്ലൈമറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പം പക്ഷേ എനിക്കറിയാം മണ്ണിടിച്ചിൽ അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിനക്ക് പ്രാന്താണോ മോളെ എന്ന് നിങ്ങൾ ചോദിക്കണം. കുറച്ചൊക്കെ പ്രാന്ത് വേണമല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. 10 മണി വരെ ഉള്ളൂ. ഇനി ഞാനിവിടെ വ്ളോഗ് എടുത്തോണ്ടിരുന്നു ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. എന്നെ അനീതി ഞാൻ കൂട്ടണില്ല, സോറി. ആള് തന്നെ പോകും. എവിടേക്കാ പോണത്? ഇറ്റലിക്കോ? ഓക്കെ,
അവിടെ അവൻ പിന്നെ സാധാരണ സ്റ്റൈലാണ്. അതൊക്കെ വ്ളോഗ് വരും. നമ്മളപ്പം എന്താ പറയാ, എൻ്റെ അനിയത്തി പ്രാന്തി ഇത് ശല്യം ഏത് നേരം ശല്യമാണെന്ന് തോന്നുന്നു. അതെ, ആ കാർഡ് എടുത്ത് ഞാൻ കഴിക്കാൻ പോകണം. കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചത് ഫ്രൂട്ട്സ് അത് ഇത് സാധനങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവർ വിചാരിക്കും ഞാൻ പുതിയ ഇറക്കിയിരിക്കാൻ. ആക്ച്വലി അതെ. ഓക്കെ, എവിടെ പോയാലും എനിക്ക് സോസേജ് വേണം അല്ലേ? ഇത് ഉണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇനി ഇവിടെ വരും കേട്ടോ. ഇത് റീഫില്ല് ഇല്ലേ? ഒരു മയത്തിലൊക്കെ എടുക്കേണ്ടത് പറയുന്നവരോട് ഇല്ല, എനിക്കൊരു മയമില്ല. എനിക്കെന്താണെന്നറിയോ, ഇങ്ങനെ പബ്ലിക് ഹോഗൊന്നും എടുക്കാത്തതുണ്ട്. ഐ ഫീൽ വിയേർഡ്. ഇത് പക്ഷെ എനിക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറുപ്പിക്കൽ കൂടും എന്നുള്ളൂ. ഓക്കെ, ഇത് പൊട്ടാറ്റോ ഫ്രൈ, ന്യൂഡിൽസ്, തവ പറാത്ത. ഇതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റബിൾ ആഡ് ചെയ്യുന്നു, പക്ഷെ ഞാൻ ആഡ് ചെയ്യാറില്ല. സോ സോറി. ഇഷ്ടം പോലെ കിട്ടും, വീട്ടിലെ പോലെ അല്ല. ഇഷ്ടം പോലെ കഴിക്കേണ്ട ആർക്കും, മനസ്സിലായ? ബുഫറ്റൊന്നും വന്ന അത്ര പറ്റില്ല. എന്തെങ്കിലും നടുക്കിൽ വെച്ചിട്ട് അത് അമർത്തി കഴിഞ്ഞ സാൻഡ്വിച്ചോ. ഓക്കെ, എനിക്ക് പിന്നെ ഇതൊക്കെ കഴിക്കാമെന്നുണ്ട്. പക്ഷെ ഇത് പ്ലേറ്റ് സ്ഥലമല്ല. സോസേജിൽ തന്നെ പ്ലേറ്റ് ഇത് കണ്ടോ, ഫ്രൂട്ട്സ്. നിങ്ങൾ നല്ല നല്ല ഡിഷസ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വന്ന് കഴിക്കാം. പക്ഷെ ഞാനിതൊന്നും ശരിക്കും പറഞ്ഞാൽ കഴിക്കാറില്ല. പിന്നെ വ്ളോഗിന് വേണ്ടിയിട്ട് പ്രത്യേകം കഴിക്കാനും തോന്നാറില്ല. എന്തായാലും അഖില് മസാല ദോശ പറയുന്നത് തോന്നുന്നുണ്ട്. അവിടെ സ്പോട്ടിൽ മസാല ദോശ കൊടുക്കുന്നുണ്ട്. ലൈവ് മസാല ദോശ, ഒരു മസാല ദോശയും 2 ഓംലെറ്റ്. ഇത് കഴിച്ചിട്ട് അതിൽ കഴിക്കാൻ സ്ഥലം ഉണ്ടോന്ന് ഉണ്ട്. ആക്ച്വലി കോട കാലൊന്നും കാണാല്ലോ. അയ്യോ, ഇതിനൊക്കെ മിസ്സായിപ്പോയി. ആക്ച്വലി ഞാൻ രാവിലെ തന്നെ എണീറ്റത് എൻ്റെ ഭാഗ്യം. ഞാൻ എണീക്കാറില്ല സാധാരണ. എല്ലാ റിസോർട്ടിൽ പോയാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാറാണ് പതിവ്. കുറേ സാധനങ്ങളുണ്ട്. സ്വീറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ സോസസ് ഉണ്ട്. എന്താ പറയുക, എൻ്റെ പറയുമ്പോൾ വായിൽ വെള്ളമുണ്ട്. ഇത് ഈ കുട്ടിയുടെ എന്തൊരു പാടി കുട്ടി എന്തൊക്കെ പണിയാണെങ്കിലും നിങ്ങളുടെ അനിയത്തി തൊരടി ഉണ്ടാവുമല്ലോ, അത് എവിടെ പോയാലും മിസ് ചെയ്യാൻ പറ്റില്ല. എടുത്തിട്ടുണ്ട്. അഖിലൊക്കെ തട്ട് തുടങ്ങി. ബിനു കഞ്ഞി കൊടുക്കുന്നുണ്ട് അല്ല അല്ലേ? പൊളി കഞ്ഞി. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമായിട്ടോ. തൈര് കഞ്ഞിയാണ് ആക്ച്വലി, അല്ല പഴങ്കഞ്ഞി പോലത്തെ സെറ്റപ്പ്. കുഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം കുഞ്ഞ് വായ തുറക്കുള്ളൂ. മിക്സ് ചെയ്ത് കഴിക്കണേ കുഴപ്പമില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷൂട്ടുണ്ട്. വിത്ത് ഷുഗർ. ഓക്കെ, 1 വിത്തൗട്ട് ഷുഗർ. അപ്പം അത്രയുള്ളൂ. വിത്തൗട്ട് ഷുഗർ വേണം. ഇവിടെ നമുക്ക് ഷുഗർ ഒരാളുണ്ട്, ഷുഗറുള്ള ആളാണ്. എന്ത് ചെയ്യാം, വയസ്സായി. 30 വയസ്സായി അവന്. എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. ഇതേപോലത്തെ പ്ലെയിൻ ബ്രെഡ്, അതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെക്കാം കണ്ടോ. ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച ഡിഷാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ബ്രെഡ് ചിലപ്പോൾ സ്വീറ്റ് ആവില്ല, പക്ഷേ ഈ ടൂട്ടി ഫ്രൂട്ടി വെച്ചാൽ സ്വീറ്റ് ആവും. ഇത് നമുക്ക് സുരിക്ക് കൊടുക്കാം.
എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് വലിയൊരു കാര്യമാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യും. അനീറ്റി പറഞ്ഞ ഡ്രസ്സിലൊന്നും വെച്ച് തേക്കരുതെന്ന്. ഓക്കെ, എന്നിട്ട് അനീറ്റിയുടെ ഇത് കണ്ടു. നിങ്ങളെ ആവശ്യമില്ലാത്തത് നോക്കരുത്. ഞാൻ ആ കറ വേണ്ടി കാണിച്ചത്. നമ്മളെങ്ങടാണ് ഇപ്പൊ പോകുന്നത്? ഓക്കെ, നമ്മള് കേവ് റൂമിൽ അടുത്ത് പോവാണ്. കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോ ഇത് നമ്മുടെ ക്യാമറ ചേട്ടൻ. ഓക്കെ, ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള എല്ലാവരും പോയാ നല്ല മഴ അല്ലേ? എനിക്ക് മഴ നമ്മൾ ചതിക്കുന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ മഴയത്ത് ഞാൻ ഇടാം. ഓക്കെ, നല്ല മഴ. ഇവിടെ ഇത് എത്ര അടിയുണ്ട് പൂള്? നമ്മുടെ വണ്ടി ഓടിക്കാൻ അറിയുന്നവർ ഓടിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാം. കാരണം അഖിലിന് ഇങ്ങനെ ഒന്നും ഓടിക്കാൻ അറിയാറില്ല. കുഞ്ഞു ഇത് പിടിക്കൂ. അനിയത്തിമാരായി നമ്മൾ സാധനങ്ങൾ ഏൽപ്പിക്കാനാണ് കൊണ്ടുവരുന്നത്. സാഹസികമായ വഴികളിലൂടെ നിലത്ത് വീഴുമോ? ഞാൻ ഇവിടെ നിലത്ത് വീഴാൻ കുഴപ്പമില്ല ചേട്ടോ. ഇവിടെ നല്ല കളയാട്ടൊക്കെ ഞാൻ വഴിയാണല്ലേ? മറ്റേ പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ക്യാമറ ചേട്ടൻ അറിയാം. നമ്മുടെ ക്യാമറ ചേട്ടൻ ആര് ഇയാള് ഒടിച്ചു പോകുന്ന ഒപ്പമുള്ളവർ മനസ്സിലാവുന്നില്ല. പേരുണ്ടോ? നീ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് അറിയില്ല. അതൊക്കെ ഇഷ്ടായി. ഇവിടെ എല്ലാരും ഇവിടെ എത്തിയപ്പോ എന്നെ വേണ്ടാണ്ട് ഓടി. അയ്യോ, റൈഡ് അടിപൊളിയായിരുന്നു. 5 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയാണ് ആക്ച്വലി കേവ് റൂംസ്. ഇവിടെയാണ്. കം ഓൺ ഗൈസ്, ക്യാമറമാൻ വരൂ. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് റോപ്പ് വാക്കിംഗ് ഉണ്ട്, റോപ്പിൽ നടക്കുന്ന. പിന്നെ റോപ്പിൽ സൈക്ലിംഗ്, പിന്നെ റെയിൻ ഡാൻസ്. റെയിൻ ഡാൻസ് നമ്മുടെ മഴ പോലെ ഒരു മഴയുണ്ട്. മഴ പോലെ ഇതൊരു വാട്ടർഫാൾ നമുക്ക് അടിയിൽ പോകാൻ പറ്റും. ഒരു വാട്ടർഫാൾ. ഓക്കെ ഗായ്സ്, നമ്മള് ജീവിതത്തിൽ ചെയ്യാതെ പോകുന്ന സാധനമാണ് ഇതെന്തൊരു ബ്രിഡ്ജ് എന്നൊന്നും ഞാൻ വിളിക്കില്ല ഇതിനെ. ഇത് നമ്മൾ അഖിലെ ഫുൾ അഖില എന്റെ സേഫ്റ്റി നോക്കാൻ വേണ്ടിട്ട് അഖില് ആദ്യം തന്നെ അഖിൽ നടക്കുന്നുണ്ട്. ബിഫോർ യു എന്നാണ് അഖിലിന്റെ തത്വം. അഖിലെ വാങ്ങാ ഫോട്ടോ നിങ്ങളെന്റെ. അതെ, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് വേണ്ടിയാണ്. ആ ശരി, ഓക്കെ. അങ്ങനെ ഉണ്ട് കേട്ടാ. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറ ചേട്ടനുണ്ട്. ജോ, എങ്ങനെയുണ്ട്? അത് കണ്ടിട്ട് എന്താ തോന്നണേ? ഇത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. പേടി എൻ്റെ എനിക്ക് പേടിയില്ല. പോവാം. പോന്ന നടന്നോ, ഒരുമിച്ച് പോവാന്നാ പറഞ്ഞേ. എന്താണ് പേടിക്കാനുള്ളത്? പക്ഷെ ചെരുപ്പ് കാലിൻ്റെ അടിയിൽ നിന്ന് വീണ് പോവോ അങ്ങനെ ഒരു പേടിയുണ്ട്. ചെരുപ്പ് ഒരു കൈ പിടിച്ചോ, അതൊക്കെ ഇഷ്ടമില്ല. ഹായ്,
ആ ഞാൻ വരട്ടെ. അതെന്റെ ചെരുപ്പാ. അയ്യോ. റീനു ദ സേവർ. ചെരുപ്പിലായിട്ട് നടക്കണ സുഖം. ചെരുപ്പ് വാങ്ങ്, ചെരുപ്പ് വാങ്ങ്. ഏ ജോ കറക്റ്റ് ജസ്റ്റ് മിസ്. എന്താ കാണിക്കണത് നീ? ബെല്ലി ഡാൻസാ? അപ്പൊ കൺസ എറിയണത് ഇതെന്താ മാവാട്ടർ? Calling Abhi is calling my birthday wish. പറഞ്ഞോ അബി കോളിംഗ് മൈ. അത് ഞാൻ വ്ളോഗ് എടുക്കാം. പറഞ്ഞോ. വ്ളോഗാണോ? ആ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അല്ല താങ്ക് യു. നീ എന്താ പരിപാടി? ഏതാ വഴി? എന്റെ സ്കില്ല് എനിക്ക് മഴ ഇഷ്ടല്ല. അവിടെ സുഖമായിട്ട് നിൽക്കണ്ടായിരുന്ന. കണ്ടോ, ഇതാണ് ഒരു കുടക്കീഴിൽ എന്ന് നമ്മൾ പറയാറ്. ഞങ്ങളെപ്പോ വിളിച്ചേ. അത് ശരി, ഇവരെന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ക്യാമറ പറയുന്നത് ഇവരൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത്. ഈ മഴയത്ത് നമ്മൾ മലകൾ താണ്ടി കാടുകൾ താണ്ടി എവിടേക്കോ പോവുകയാണ്. ഓ വാവ്, ഈ പൂജാപ്പിയുടെ ഷൂട്ട് കഴിയണില്ലല്ലോ. ഓക്കെ ബൈ. പൂജാപ്പിയുടെ കൂടെ ഷൂട്ട് വന്നിട്ട് ഞങ്ങൾ മഴ നനഞ്ഞോണ്ടിരിക്കല്ലേ ജോ? വിനു, വെറുതെ പൂജാപ്പിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് മഴ കൊള്ളുന്നതിൽ എന്തോ തോന്നുന്നു? നല്ല മഴ. പൂജാപ്പി ഈ ഒരു വ്ളോഗ് എന്നെ ഏൽപ്പിച്ചതിനാൽ ഇത് എന്റെ വ്ളോഗ് ആയിട്ടോ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് പോവാം റൂമിലേക്ക്. എന്താ ഇവിടെ കുൽസിത പ്രവർത്തികൾ? പതുക്കെ പതുക്കെ. നിനക്ക് പുച്ഛം. പൂജാപ്പി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ജോ വാങ്ങി തന്ന ഡ്രസ്സ്. നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അഖിൽ കഷ്ടപ്പെട്ട് ഷൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം, അഖിലിന്റെ സ്നേഹം. പാൽക്കഴി ചോദിക്കും പൂജയുടെ കാലിൽ എന്താ കരി തേച്ച് തന്നു. അതിന്റെ മറുകാണ് ഗൈസ്. ബോറടിക്കും കുറെ നേരം കെട്ടിക്കൊണ്ട്. പിന്നെ കാണാനില്ലല്ലോ. ആ കണ്ണാടി കാണാം. ഡ്രസ് എടുത്തോ? വെള്ളച്ചടത്തിന് അവിടേക്ക് ഇങ്ങോട്ട് വരണ്ട. ടീഷർട്ട് ഇടാലോ. ബൈ ഗൈസ്, നമ്മൾ പൂജാപ്പി ഇപ്പോൾ ഷൂട്ട് പോയേക്കാണ്. അപ്പോൾ അവിടുത്തെ വ്ളോഗൊന്നും എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു റൂം വാങ്ങിയിട്ട് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അവൾ വന്നിട്ട് ബാക്കി വ്ളോഗ് അവൾ എടുത്തോളൂ. ബൈ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര നേരം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ വയ്യായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു.
ചോറ്, ചിക്കൻ ഫ്രൈ, മീൻ. ഞാൻ മീൻ കഴിക്കില്ല, ബാക്കി ഇവരൊക്കെ മീൻ സംഭവങ്ങൾ. അഖിലാണെങ്കിൽ ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ വേറൊരു റീൽ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അത് 4 മണിക്ക് നമ്മൾ ടൈം പറഞ്ഞേക്കണം. നമ്മുടെ ഗ്യാങ്ങിനോടൊക്കെ നമ്മൾ റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. മൊത്തം അലമ്പാണ് ആ റൂം. എനിവേ ഇറ്റ് വാസ് ലൈക്ക് ഇതുവരെ അല്ലേ, സോ ലോങ്, ഗുഡ് ബർത്ത്ഡേ. സൂപ്പർ ബർത്ത്ഡേ. ഓക്കെ, ബൈ.